ഇത് വൈകിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പൊ വീട്ടിലെ ചോറും കറിയും അല്ല വിശപ്പ് ആ ചോറും കറിയിലൂടെ ശമിപ്പിക്കാണ്ട് തോന്നില്ല. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ട്, എന്താണ് ഇറച്ചിയും പൊറോട്ടയും. അത് പോയിട്ടുണ്ട് തട്ടി ഒറ്റ കൊള്ളോ ആരെയും കൂട്ടാണ്ട് പോയി തിന്ന്. ഓ എന്തൊരു അത് നമുക്കിനിയിപ്പോ ഇനി എന്ത് ടേസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ആ ഭക്ഷണം നമുക്ക് വിശപ്പുമ്പോ കിട്ടുന്ന ഭക്ഷണം നമ്മളത് വല്ലാതെ ആസ്വദിച്ച് കഴിക്കും. ഞാനപ്പോ ശരിക്കും ആലോചിച്ച് ഈ വിശപ്പിന്റെ ബുദ്ധിമുട്ടും ഈ വിശക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലത്തെ സ്ഥിതിയൊക്കെ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ശരിക്കും നമ്മൾ എന്ത് കഴിക്കുമ്പോഴും ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കണം എന്ന് നമ്മൾ പറയില്ലേ. നമ്മളത് യാന്ത്രികമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാരുണ്യകനും പരമായ ദയാലുമായിട്ട് അള്ളാഹുവിന്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിക്കും. പക്ഷെ സത്യത്തില് അത് ആ കാരുണ്യവും ആ ദയാപരതയും ആ പരമമായ ആ കാരുണ്യവും ദയാപരതയും നമുക്ക് ബോധ്യമാണെങ്കിൽ ശരിക്കും നമ്മളത് അറിഞ്ഞ് ചെല്ലണം. അതറിയണമെങ്കിൽ ഈ വിശപ്പിന്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് പലപ്പോഴും അത് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ വിശന്നിരുന്നിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് ആ വിശപ്പ് അടക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കൈകളിലുണ്ടാവും. നമുക്ക് നമ്മുടെ കയ്യിലുള്ള സൗകര്യങ്ങളുണ്ടാവും. നമ്മൾ ആലോചിക്കണം, ആ സൗകര്യങ്ങളൊക്കെ ഇല്ലാതാകുന്ന നിമിഷം നമ്മൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലെത്തുക. നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാനോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് കഴിക്കാനോ ഒന്നും പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവുക. ഒന്ന് ആലോചിക്കാറെങ്കിൽ നമ്മളെ ചുറ്റുവട്ടത്തിൽ നമ്മൾ പലരും കാണുന്നുണ്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള എത്ര ആളുകളാണ് ചുറ്റുവട്ടത്തിൽ കാണുന്നത്. പക്ഷെ നമ്മൾക്ക് ആ ഫീലിംഗ് എന്താന്ന് അറിഞ്ഞിട്ടില്ല. കാരണം എന്താ, നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള പുറത്തുനിന്നോ വീട്ടിൽ നിന്നോ ഒക്കെ കഴിക്കാനുള്ള സംവിധാനം നമുക്ക് അള്ളാഹു തന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെ നമ്മളുടെ അധ്വാനം കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ എത്രയോ അസംഖ്യം ജനങ്ങൾ പുറത്തുണ്ട്, അവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? അവർ നമ്മെ പോലുള്ള മനുഷ്യർ തന്നെയാണ്, കൈയും കാലും ബുദ്ധിയും തൻ്റെ ഇടവും ആരോഗ്യമുണ്ടായിരുന്ന മനുഷ്യർ. പക്ഷെ അവരുടെ കൈകളിൽ ഭക്ഷണം ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് പോലെ കിട്ടുന്നില്ലല്ലോ. പലപ്പോഴും മരപ്പട്ടിണി മുഴുപട്ടിണിയെ കഴിയുന്ന എത്ര ആളുകളുണ്ട്. നമ്മൾ റോഡ് സൈഡിലൊക്കെ എത്ര ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അപ്പോഴാണ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാരുണ്യകനും പരമദയാലുവുമായിട്ട് അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് അപ്പോഴാണ് മനസ്സിലാവും. അള്ളാഹു ഇത് പറയുന്നുണ്ട്, ഈ ഭക്ഷണം ആരാണ് നിങ്ങൾക്ക് ഇറക്കി തരുന്നത്? അള്ളാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് നമ്മുടെ ഭൂമിയിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതിന്റെ ചെടികൾ, തൈകൾ അള്ളാഹുവിടെ മുളപ്പിക്കുന്നു. അള്ളാഹു ഇത് മുളപ്പിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് കിട്ടും എന്ന് ആലോചിച്ച് നോക്കും നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള ചിന്ത, ഇതാണ് ഒരു വിശ്വാസിയെ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നത്. നമ്മളുടെ ചിന്ത, നമ്മളുടെ ഓരോ നിമിഷം നമ്മൾ പറയില്ലേ, ഓരോ നിമിഷം ദിക്റുള്ള അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയിലൂടെ എല്ലാവർക്കും സമാധാനം ഉണ്ടാവലാണ്. പല ആളുകളും വളരെ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നുണ്ട്. പലപ്പോഴും അവർക്ക് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനോ അതിനെ ഫേസ് ചെയ്യാനോ കഴിയാതെ വരുമ്പോഴാണ് ഈ രീതിയിലേക്ക് ആളുകൾ പോകുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെല്ലാ ആളുകളും മരണത്തിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ്. എല്ലാ ആളുകളും ഓരോ ദിവസം കഴിയുന്നതോറും നമ്മളുടെ ലാസ്റ്റ് ടൈമിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക. ഈ മരണം എന്നുള്ള യാഥാർത്ഥ്യം അഭിമുഖീകരിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ സത്യത്തിൽ നമുക്ക് ഈ സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. കാരണം നമ്മളുടെ ആഗ്രഹാഭിലാഷങ്ങൾ, എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും അതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കാറ്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, ആളുകൾ ഭക്ഷണം തേടിപ്പോവും, എവിടെയാണ് നല്ല ഭക്ഷണം കിട്ടുക എന്ന് തേടിപ്പോവും. നമ്മളത് കഴിച്ചാൽ പിന്നെ നമ്മൾ അതിന് സംതൃപ്തന, അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ്. അത് മനുഷ്യന്റെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. നമ്മളുടെ എല്ലാ അഭിരുചികളും നമ്മളുടെ ആഗ്രഹാഭിലാഷങ്ങളും ഒക്കെ എവിടെയും പരിമിതപ്പെടുത്താൻ സാധിക്കില്ല. ഞാൻ തൃപ്തനാവില്ല, അതിനേക്കാൾ അപ്പുറത്തുള്ളത് ഉണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ ആസ്വാദനത്തിന് ഒരിക്കലും ഇടാൻ നമുക്ക് സാധിക്കില്ല. ഇത് മനുഷ്യരുടെ പ്രത്യേകതയും. അള്ളാഹു മനുഷ്യരെ ആദരിച്ചതിന്റെ ഫലമായി, അള്ളാഹു മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി ആദരിച്ചതിന്റെ ഫലമായിട്ടാണത്. അത് തേടിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തെയാണ്. സ്വർഗത്തിൽ നമ്മൾ എത്തുമ്പോൾ നിത്യമായ ജീവനും നിത്യമായ സുഖാനന്ദങ്ങളും നമ്മെ തേടി അവിടെ ഇരിക്കുന്നില്ല. അത് നമ്മുടെ മനസ്സിന്റെ തേട്ടാണ്. അവിടെ എത്തുമ്പോഴാണ്, അള്ളാഹുവിനെ കാണുമ്പോഴാണ്, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച എന്നെ ബീജത്തുള്ളിയിൽ നിന്ന് അള്ളാഹു എനിക്ക് രൂപം തന്ന, എനിക്ക് സ്വഭാവം തന്ന, എന്റെ ഒരു സവിശേഷമായ വ്യക്തിയാക്കി മാറ്റി അള്ളാഹിനെ കാണുമ്പോൾ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച അള്ളാഹിനെ സന്തോഷത്തോടെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പൊ അതാണ് വിശ്വാസികളുടെ ഒരു ബാക്ക് ബോൺ. നമ്മളുടെ ഒക്കെ ഒരു ബാക്ക് ബോൺ അതാണ്.
അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ള ആ ഒരു ഒരു വലിയ ഒരു സംഗതി. അപ്പോൾ അങ്ങനെയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളത് നമുക്ക് ഒരു വിഷമമുള്ള ഒരു കാര്യമല്ല. ഞാൻ അള്ളാഹുലേക്ക് അടുക്കുകയല്ലേ ഒരു സംഗതി ഉണ്ടാവും നമുക്ക്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ, നമ്മുടെ കൊച്ചു പൈതങ്ങളൊക്കെ, നമ്മുടെ കുട്ടികൾ, നമ്മൾ താലോലിച്ച് വളർത്തിയ കുട്ടികൾ നമ്മളെ വിട്ടു പിരിയുന്ന ചില സന്ദർഭങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പം നമ്മളോട് സമാധാനിക്കുക എങ്ങനെയാണ്? അള്ളാഹുവിന്റെ അടുക്കിലേക്കാണ് പോയത്. നിഷ്കളങ്കമായ ബാല്യത്തോടുകൂടി അവൻ അള്ളാഹുലേക്ക് അടുത്തിരിക്കുന്നു. അവൻ അവിടെ ഒരു വിചാരണയില്ലാതെ സ്വർഗത്തില് മുത്തുമണികളായി അവർ അവിടെ പരിലസിക്കും എന്ന് നമ്മൾ വിശ്വസിക്കും, ഉറച്ചു വിശ്വസിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന ഒരു മനസമാധാനമാണ്. അതാണ് നമുക്ക് ലഭിക്കുക. ഇന്നാ ഇലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ പകരം എന്നാൽ നമ്മളത് പറയും. നമ്മളെല്ലാവരും അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹുവിലേക്ക് തന്നെയാണ് നമ്മൾ മടക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പൊ നമ്മള് ഇസ്ലാമിനെ എപ്പോൾ നോക്കിയാലും ചില ആളുകൾ, ഞാൻ ചില പരിചയപ്പെട്ട ആളുകളുണ്ടാവും, അവരെ എപ്പോൾ എന്ത് സംസാരിക്കും അള്ളാഹുവിനെ കുറിച്ച് പറയും, അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറയും, ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. മുസ്ലിങ്ങളാണെങ്കിൽ കൂടുതൽ ഇസ്ലാമിലേക്ക് അടുക്കാനും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനും അവർ നമ്മൾ ഉപദേശിക്കും. അവർ ആ മുസ്ലിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇസ്ലാമിനെ അവർ അപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇസ്ലാമിനെ കുറിച്ച് അവരോട് പറയും, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും. നിങ്ങൾ വാ, ഇസ്ലാമിലേക്ക് വാ, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് നിങ്ങൾ വാ. നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച, കറുത്തവനും വെളുത്തവനെയും ഭരണമുള്ളവനും ഇല്ലാത്തവനും ദരിദ്രനെയും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടും എല്ലാവരെയും സൃഷ്ടിച്ച റബ്ബിലേക്ക് വിളിക്കും. അവനാണ് നമ്മളെ സ്നേഹിക്കുന്നത്, അവനാണ് നമ്മളെ അത്യധികമായി സ്നേഹിക്കുന്നത്, അവനാണ് നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നവനാണ് അവൻ. നമ്മളെ ഹൃദയം പിടിപ്പിക്കുന്നവനാണ്, നമുക്ക് ശ്വാസം തരുന്നവനാണ്, നമുക്ക് ഭക്ഷണം ഓരോ നിമിഷവും നമുക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരുന്ന അവനാണ്. ഈ ഭൂമിയിലുള്ള ഉയർച്ചയും താഴ്ചയും അതൊക്കെ നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ അള്ളാഹുവിന്റെ വിധേയപ്പെട്ട്, അള്ളാഹുവിനെ സമ്പൂർണ്ണനായി വിധേയപ്പെട്ട് അടിമപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെ ശാശ്വതമായ സമാധാനം, ശാശ്വതമായ സുഖം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്താണ് ഉണ്ണികൃഷ്ണൻ. ഉണ്ണി എന്ന പേരിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു, അബ്ദുറഹ്മാനായി. അദ്ദേഹം ഫുൾ ടൈമായിട്ട് ഇസ്ലാമിക പ്രബോധനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് അയാൾക്ക് പറയാനുള്ളത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം രക്തസാക്ഷികളെ കുറിച്ച് അവർ പറഞ്ഞു. രക്തസാക്ഷികൾ കേരളത്തിലുള്ള മുഹമ്മദ് യാസിറിനെ പോലുള്ള, ഫസലിനെ പോലുള്ള ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള അങ്ങനെ രക്തസാക്ഷികളൊക്കെ പേരെടുത്ത് അദ്ദേഹം പറഞ്ഞു. അവരൊന്നും മരിച്ച ആൾക്കാരല്ല, നമ്മൾ ഖുർആൻ പറയാം അവർ മരണപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നത്. അവർ വളരെ സന്തുഷ്ടമായിട്ട് സമാധാനപൂർവ്വമായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ജീവിക്കും. അത് അജീവിക്കണം. അപ്പൊ അത് ജീവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ രക്തസാക്ഷിത്വം എന്നുള്ളത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അത് തേടിപ്പോകുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. രക്തസാക്ഷിത്വം, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കൊല ചെയ്യപ്പെടൽ, അത് ആഗ്രഹിക്കുക എന്നുള്ളത് എന്തുകൊണ്ട് ആഗ്രഹിച്ചുകൂടാ? നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന നിത്യമായ ശാന്തിയും നിത്യമായ സുഖവുമാണ്. അള്ളാഹു പറയുന്നു, അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങൾ ജീവനും സ്വത്തും സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് തരാം, ഷഹാദത്ത്. നമ്മൾ നമ്മുടെ ജീവൻ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നമുക്ക് സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ആ ആഹ്ലാദം നമ്മുടെ മനസ്സിനെ വല്ലാതെ വലുതാക്കി കളയും. നമ്മളുടെ ആ പ്രതീക്ഷ, സ്വർഗത്തിലേക്ക് പോകാനുള്ള പ്രതീക്ഷ അത് നമുക്ക് വല്ലാതെ തരും. ഉണ്ണികൃഷ്ണൻ ഉണ്ണി അത് സ്മരിക്കുകയുണ്ടായി. തിരൂര് RSSകാരൻ വെട്ടിക്കൊന്ന ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹോദരൻ, അവരെ ഉദ്ദേശിച്ചത്, അക്രമികൾ ഉദ്ദേശിച്ചത് എന്താണ്? ഇയാള് ഒരു രസമുള്ളത്, ഈ സഹോദരനെ കൊല്ലുമ്പോൾ, തിരൂരുള്ള സഹോദരൻ, മുസ്ലിം സഹോദരനെ RSSകാരൻ വെട്ടിക്കൊല്ലുമ്പോൾ അവർ പ്രതീക്ഷിച്ചെന്താ? അവരുടെ വിദ്വേഷം. നമ്മൾ ആലോചിക്കണം, അദ്ദേഹത്തിന് അളിയനാണ്, സഹോദരിയുടെ ഭർത്താവാണ്, RSSകാരനാണ് അയാളെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന ചെയ്തത്. ഇയാൾക്ക് വീട് വെച്ചു കൊടുത്തത് ഈ സഹോദരനാണ്. ഇസ്ലാമിലേക്ക് വന്ന തിരൂരിലുള്ള മുസ്ലിം സഹോദരനാണ് അയാൾക്ക് വീട് വെച്ചു കൊടുത്തത്. പക്ഷെ അതൊന്നും ഇസ്ലാമിനോടുള്ള, മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് RSSകാരനെ ഈ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പക്ഷെ എന്താ ഉണ്ടായത്? അയാളുടെ കുടുംബം മുഴുവൻ, അയാളുടെ അമ്മയും അച്ഛനും അയാളുടെ സഹോദരിമാരും, ഈ പറയപ്പെട്ട കൊലയാളിയായിട്ടുള്ള RSSകാരൻ ഭാര്യ, ഇയാളുടെ സഹോദരൻ, അയാൾ ഉപേക്ഷിക്കും, ഇസ്ലാമിലേക്ക് കടന്നു. അവരുടെ പെൺമക്കൾ എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടായി. അപ്പൊ ഈ ശത്രു എന്ത് വിചാരിക്കുന്നു അതിന്റെ അപ്പുറത്തേക്കാണ് ഇവിടെ സംഗതി നടക്കുക. ഈ വിശ്വാസികളുടെ ഒരു അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെടുക, മരിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലേക്കുള്ള ഒരു എളുപ്പ വഴിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് ആരാണ് സുഹൃത്തുക്കൾ? എന്ത് പറഞ്ഞിട്ടാണ് പേടിപ്പിക്കാൻ കഴിയുക? എന്ത് പറഞ്ഞിട്ടാണ് അവരെ പിന്തിരിപ്പിക്കാൻ കഴിയുക? അപ്പോൾ അത്തരം ചിന്തകൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ ദിക്റുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ,
അത് ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഭാര്യയുമായി സല്ലപിക്കുമ്പോഴും സമീപിക്കുമ്പോഴും എല്ലാം നമ്മളുടെ ഉള്ളിലുണ്ടാവും. ഭാര്യ എനിക്ക് ഈ നല്ല ഇണയെ തന്ന അള്ളാഹുവിനെ നമ്മൾ ശുക്ർ ചെയ്യും. നമുക്ക് മക്കളെ കാണാം, എപ്പോഴും ആ ഓർമ്മകളിലായിരിക്കും. അങ്ങനെയുള്ള വിശ്വാസി സമൂഹമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. അങ്ങനെയുള്ള ഒരു വിശ്വാസി സമൂഹം അവന് തോന്നും, എൻ്റെ അള്ളാഹു എന്നെ സൃഷ്ടിച്ച എന്നെ പരിപാലിക്കുന്ന അള്ളാഹു എൻ്റെ കർണനാടിയോളം എന്നോട് അടുത്തിരിക്കുന്നു എന്നുള്ള തോന്നൽ അവനുണ്ടാവും. അപ്പൊ അവന്റെ ഭാരമേൽപ്പിക്കുകയൊക്കെ അള്ളാഹു തന്നെ. അള്ളാഹു അല്ലാതെ വേറൊരു ഭാരമേൽപ്പിക്കാൻ പിന്നെ ആരെ നമുക്ക് വേണ്ടത്? നമ്മൾ ഏത് ദർഗയിലേക്കാ നമ്മൾ പോവുക, ഏത് ജാറത്തിലേക്കാ പോവുക, ഏത് വിഗ്രഹത്തിന്റെ മുന്നിലാ പോവുക, ഏത് ആ ദൈവത്തിന്റെ മുന്നിലാ പോവുക? അങ്ങനെ പോകുന്നവരോട് നമുക്ക് സഹതാപവും ഈർഷ്യയുമൊക്കെ അല്ലേ തോന്നുക? അല്ലേ അങ്ങനെ തന്നെ അല്ലേ തോന്നുക? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ 24 മണിക്കൂർ നമ്മൾ ആലോചിക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ അല്ലാതെ സമാധാനം നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. നമ്മൾ ആലോചിക്കണം. നമ്മൾ പറയുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. എൻ്റെ ഒരു സുഹൃത്ത്, വളരെ അടുത്തൊരു സുഹൃത്ത്, അസുഖബാധിതനായിട്ട് ഹോസ്പിറ്റലിലാണ്. എൻ്റെ വളരെ ആത്മാർത്ഥ സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ഒരു ആന്തരികാവയവത്തിനുള്ള ചെറിയ ഒരു പ്രശ്നം. പക്ഷെ അത് ചെറുതാണെങ്കിലും അത് പണിമുടക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മളിൽ ഉണ്ടാക്കുന്ന ആഘാതം അത് വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, അങ്ങനെ എത്ര ആന്തരികാവയവങ്ങൾ, എത്ര എൻസൈമാറ്റിക് റിയാക്ഷൻസുകൾ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ സംവിധാനിച്ച റബ്ബിനെ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയുക? അതുകൊണ്ടാണ് നമ്മൾ ഓരോ നിമിഷം നമുക്ക് ഏറ്റവും അത്ഭുതം അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ ശരീരത്തിലേക്ക് നോക്കുക. എത്ര അന്യൂനമായിട്ടാണ് നമ്മൾ അള്ളാഹു പടച്ചിട്ടുള്ളത്. നമ്മളെ കണ്ണും മൂക്കും ചെവിയും കാതും നാവും പല്ലും എല്ലാം എത്ര അന്യൂനമായിട്ടാണ് പടച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെ അള്ളാഹനെ ഓർക്കാതിരിക്കാൻ കഴിയുക? ആ ഓർമ്മയിലൂടെയാണ് സമാധാനം ഉണ്ടാകുക. ആ ഓർമ്മയിലൂടെയാണ് രക്തസാക്ഷിത്വം നമുക്ക് കൊതിക്കാൻ സാധിക്കുക. ആ ഓർമ്മയിലൂടെയാണ് അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗം എന്നുള്ള മഹാ അനുഗ്രഹം തേടാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ ലക്ഷ്യം സ്വർഗമാകട്ടെ. ലക്ഷ്യമാക്കപ്പെട്ട ഒരു സമൂഹമായി നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കട്ടെ. അങ്ങനെയുള്ള ഒരു സമൂഹമായി നമ്മൾ മാറുമ്പോൾ നമ്മളിൽ നിന്ന് മറ്റു സമൂഹത്തിൽ മറ്റു മനുഷ്യർക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ടാവും. അവർക്ക് പിന്തുടരാൻ അവരെ കണ്ടില്ലേ, സുഹൈലിനെ കണ്ടില്ലേ, കബീറിനെ കണ്ടില്ലേ, അബൂബക്കറിനെ കണ്ടില്ലേ, എന്ത് നല്ല വ്യക്തിത്വമാണ് അവർ എന്നവർക്ക് പറയാൻ കഴിയും. പക്ഷെ നമ്മളെ നോക്കിക്കൊണ്ട് നമ്മളുടെ സുഹൃത്തുക്കൾക്ക്, അന്യമതസ്ഥരായുള്ള സുഹൃത്തുക്കൾക്ക് നമ്മെ നോക്കിക്കൊണ്ട് അവര് അത്ഭുതം കൂറുന്നുണ്ടോ, എന്തൊരു വ്യക്തിത്വം എന്നവർ പറയുന്നുണ്ടോ? നമുക്കറിയാം, ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മുസ്ലിങ്ങളായിട്ടുള്ള അയൽവാസികൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ജൂത സമൂഹങ്ങൾ വരെ അവരുടെ സ്ഥലത്തിന് വില കൂട്ടി പറഞ്ഞിരുന്നു. കാരണം എൻ്റെ അയൽവാസി മുസ്ലിമാണെന്നാണ്. അത് പറയോ? നമ്മളത് പറയണം. നമ്മൾ നെഞ്ചിൽ കൈവച്ച് നമ്മളുടെ ജീവിതം കണ്ട് എൻ്റെ അയൽവാസി മുസ്ലിമാണ്, അതുകൊണ്ട് എൻ്റെ സ്ഥലത്തിന് വില കൂട്ടി പറയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടോ? നമുക്ക് ശത്രുക്കളുണ്ട്, യാഥാർത്ഥ്യമാണ്. പക്ഷേ ശത്രുക്കളുടെ മുന്നിൽ നമ്മൾ അടിപതറാനുള്ള ഒരു കാര്യം, നമ്മുടെ തൗഹീദിനെ നമ്മൾ വിട്ടെറിഞ്ഞു, അള്ളാഹുവിനെ നമ്മൾ ഉപേക്ഷിച്ചു, അള്ളാഹുവിന് ഭാരമേൽപ്പിക്കുന്നതിനൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞതിന്റെ ഫലം തന്നെയാണ് മുസ്ലിങ്ങളിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അത് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാലം വരാനുണ്ട്, അന്ന് മുസ്ലിം സമൂഹത്തെ ശത്രുക്കൾ ഭക്ഷണത്തെളികയിലേക്ക് വിശന്ന് വലഞ്ഞിരിക്കുന്ന ആളുകൾ, ഞാൻ നേരത്തെ വിശന്ന് വലഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചതുപോലെ, അങ്ങനെയുള്ള കൂട്ടമായിട്ടുള്ള ആളുകൾ ഭക്ഷണത്തെളികയിൽ കൈയിട്ട് വാരി കഴിക്കുന്നത് പോലെ മുസ്ലിം സമൂഹത്തെ പിച്ചിച്ചിരുന്നു. അന്ന് അവർ എണ്ണത്തിൽ കുറവായിരിക്കില്ല, പക്ഷെ അവരെ ബാധിക്കുന്ന ഒരു രോഗമുണ്ട്. വഹൻ എന്നാണ് ആ രോഗത്തിന്റെ പേര്. എന്താണ് അതിന്റെ അർത്ഥം? വഹൻ ഹബ്ബുദ്ദുനിയാവക്രാഹ്യത്തിൽ ബൗത്ത്, ദുനിയാവിനോട് അമിതമായ പ്രേമം, മരിക്കാനുള്ള അമിതമായ പേടി, ഇതാണ് ബാധിക്കുന്ന സംഗതി. ഇതൊക്കെയല്ലേ എന്റെയും നിങ്ങളെയൊക്കെ ഗ്രസിച്ചിട്ടുള്ളത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താണ് നമ്മളുടെ പ്രോബ്ലം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുലേക്ക് മുന്നേറാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.